ജിനോടെക് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇസൂസുവിന്റെ എസ് ക്യാബ് ഇസഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ട്രക്കാണ്. ഈ ഒരു വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് നമ്മുടെ കുന്നംകുളത്തെ പാറയമ്പാടത്തിനടുത്തുള്ള മോട്ടോ കണക്റ്റ് ആണ്. സോ ഈ കാണുന്ന ബ്രാൻഡുകളിലെ ഏതെങ്കിലും വാഹനത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു കോൺടാക്ട് നമ്പറിലൂടെ മോട്ടോ കണക്റ്റിനെ കണക്ട് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവെ ഫാമിലികൾ പ്രിഫർ ചെയ്യാത്ത ഒരു കാറ്റഗറിയാണ് ഈ പറഞ്ഞ പോലെയുള്ള ലൈഫ് സ്റ്റൈൽ ട്രക്കുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇനി മുതൽ ഫാമിലികളും ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ട്രക്കുകളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. കാരണം അത്രയും വളരെ ഭംഗിയായിട്ടാണ് ഈ പറയുന്ന ഇസൂസുവിൻ്റെ സി ക്യാബ് ഇസഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ട്രക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്തെടുത്തിട്ടുള്ളത്. പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും കംഫർട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ലുക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇവൻ ഇത്തിരി മുന്നിലാണ്. സോ നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ പറയണേക്കാൾ മുന്നേ ഞാൻ ഇസൂസു എന്ന് പറഞ്ഞ ബ്രാൻഡിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. 1916 മുതൽ ഇവർ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വളരെ ആക്റ്റീവായിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെ ഇവർ ഡയറക്റ്റ്ലി അല്ലെങ്കിലും പല വാഹനങ്ങളുടെ എൻജിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡായിരിക്കും. ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആൾക്കാർ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ കോണ്ടസ എന്ന് പറയുന്നത്. ആ കോണ്ടസയുടെ എൻജിൻ കൊടുത്തിരുന്നത് ഇസൂസു ആണ്. സോ നിങ്ങൾക്ക് ആ ഒരു ലെവൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരുപാട് കാലം വളരെ ആക്റ്റീവായിട്ട് മാർക്കറ്റിലുള്ളതാണ്. എന്നാൽ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് കുറച്ച് കാലമായിട്ടാണ് ഇവർ ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ മെയിൻ ടൈപ്പ് ഓഫ് വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ട്രക്കുകൾ അല്ലെങ്കിൽ ഓഫ് റോഡ് വാഹനങ്ങൾ അങ്ങനെയൊക്കെയാണ്. സോ എന്തായാലും ബ്രാൻഡിനെ പറ്റി ഒരു ഡൗട്ടും വേണ്ട. അതൊരു ജാപ്പനീസ് ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല റിലയബിലിറ്റി അതുപോലെ തന്നെ ലോ പ്രൈസിൽ വണ്ടികൾ കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ഇസൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ എടുക്കാം. ഇതെന്ന് പറയുന്നത് എസ് ക്യാബ് സെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ താഴെയായിട്ട് എസ് ക്യാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലുണ്ട്. അതിനേക്കാൾ താഴെയായിട്ട് ഒരു പക്ക കൊമേഴ്ഷ്യൽ പിക്കപ്പ് ട്രക്ക് എന്നുള്ള രീതിയിൽ ഡി മാക്സ് എന്ന് പറഞ്ഞൊരു വണ്ടി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഹൈലൈൻഡർ വരുന്നുണ്ട്, അതുപോലെ തന്നെ വി ക്രോസ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫുള്ളി കവേർഡ് SUV ആയിട്ടുള്ള MU-X എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽസും വരുന്നുണ്ട്. അപ്പം അങ്ങനെ മൊത്തം 6 മോഡൽസാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഏകദേശം കൊമേഴ്സ്യൽ പ്ലസ് ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ ആ ഒരു 2 ബാരിയറിൻ്റെ നടുക്കിൽ നിൽക്കുന്ന ഒരു വണ്ടിയായിട്ട് വേണം ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും വണ്ടിയുടെ ഫ്രണ്ട് എന്നുള്ള ലുക്കിനെ പറ്റി നമുക്ക് പറയാം. വണ്ടിയുടെ ഫ്രണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതിൻ്റെ ഗ്രില്ല് തന്നെയാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ ഗ്രില്ല് കൊടുക്കണമെങ്കിൽ പറയാം, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഗ്രില്ല് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്രോം ഫിനിഷിൽ ചെറിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഗ്രില്ല് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുവിലായിട്ട് വലിയ രീതിയിൽ ഇസൂസു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് അവരുടെ ലോഗോ. പിന്നെ താഴെയായിട്ട് നമുക്ക് എയർ വെൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പുകൾ വരുന്നുണ്ട്. ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. DRL-ഉം സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു ഭീകര ലുക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ലെങ്ത്ത് ഏകദേശം 5250 mm വരുന്നുണ്ട്. അതുപോലെ തന്നെ വിഡ്ത്ത് ഏകദേശം 1850 mm റേഞ്ചിലാണ് വിഡ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് നമുക്കൊരു 1850 റേഞ്ചിലാണ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ഡയമെൻഷനിലൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭീകര ലുക്കാണ് ഈ ഒരു വാഹനത്തിന് ഏത് ആംഗിൾ നോക്കിയാലും കിട്ടാറുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് വ്യൂവിനേക്കാളും എനിക്കിഷ്ടം ഇതിൻ്റെ സൈഡ് പ്രൊഫൈലാണ്. കാരണം അത്രയും ഭീകര ലുക്കാണ് ഈ ഒരു വണ്ടിക്ക് സൈഡ് പ്രൊഫൈലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ വീൽസ് കാണാം. 16 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. വീൽസിൻ്റെ അവിടെയൊക്കെ നല്ല ക്ലിയറൻസ് നമുക്ക് കാണാം. 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എസ് ക്യാബ് സെഡ് എന്നിട്ടുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മിറേഴ്സിൽ ചെറിയ രീതിയിലുള്ള ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ട് മിററാണ്. ഈ ഹാൻഡിലൊക്കെ നമുക്ക് ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചവിട്ടി കയറാനായിട്ടുള്ള ചെറിയൊരു സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കാണുന്നുള്ള എല്ലാ ലുക്കുകളും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ടോപ്പിലൊരു റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിയുടെ ഹൈറ്റിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പോർഷൻ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ പുറത്തെ രാജ്യങ്ങളിൽ, അമേരിക്ക പോലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ എല്ലാ വീടുകളിലും എന്ന് പറഞ്ഞ പോലെ ഇതുപോലൊരു വാഹനം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല വണ്ടികൾ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും ഇതുപോലുള്ള വാഹനങ്ങളെ നല്ല രീതിയിൽ റിസീവ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് റിയർ സൈഡ് വ്യൂവിനെ പറ്റി സംസാരിക്കാം. റിയർ സൈഡ് വ്യൂ ആണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിക്കി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വല്ല പിക്നിക്കിനൊക്കെ പോവുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് ഇവിടെ ഇരുന്ന്
കാഴ്ചകളൊക്കെ കാണാം, വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഒന്ന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കിടന്നുറങ്ങാം. അത്രയും സ്പേസ് ഇതിലുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഫാമിലി പരമായിട്ടുള്ള എന്തെങ്കിലും ലഗേജസ് ഇതിൽ കൊണ്ടുപോകാനൊക്കെ വളരെ ഈസിയാണ്. കാരണം അത്രയും വലിയൊരു ഡിക്കി സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എണീറ്റ് നിന്നുകൊണ്ട് കാഴ്ച കണ്ടിട്ട് പോകാം, പക്ഷേ സൂക്ഷിക്കണം, അപകടം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ എന്താ പറയുക നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസാണ് ഇതിൻ്റെ ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 പേർക്ക് യാത്ര ചെയ്യാനും പറ്റും, പ്ലസ് ഇതുപോലെ ലഗേജ് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വിശാലമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് ചെറിയ രീതിയിലുള്ള റെയിൻ കവേഴ്സ് പോലുള്ള റെയിൻ ഗാർഡ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ആക്സസറീസിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ MU-X എന്ന് പറഞ്ഞ വേർഷൻ എടുക്കുന്നതിനേക്കാൾ പകരം അപ്പോൾ നിങ്ങൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇതിനൊരു മുകളിൽ റെയിൻ ഗാർഡ് കൊടുത്തിട്ട് ഇതിന് നമുക്കൊരു ഫുള്ളി കവേർഡ് ആയിട്ടുള്ള SUV പോലെ ആക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇനി ഇവിടുന്നുള്ള വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ നേരെ ഫ്രണ്ടിൽ ഫൈബറിൽ നമുക്ക് ഇസൂസു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു എഴുത്ത് കാണാൻ സാധിക്കും. നമ്മളിനി ഇത് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഇസൂസുവിൻ്റെ ഒരു വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ Z2.5 TD, അതായത് 2500 cc എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അതിൻ്റെ ടർബോ ഉണ്ടെന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചെറിയ ബാഡ്ജിങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇസൂസു D-Max എന്നുള്ളതിൻ്റെ D-Max ആണ് അതിൻ്റെ ബേസ് വേരിയൻറ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, വളരെ ഈസിയാണ്. നമുക്ക് റിവേഴ്സ് ക്യാമറ ഈ ഹാൻഡിലിൻ്റെ തൊട്ടടുത്ത് വലിയ ശല്യം ചെയ്യാത്ത രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിൽ നമുക്ക് ലീഫ് സ്പ്രിങ്ങും ഫ്രണ്ടിൽ നമുക്ക് കോയിൽ സ്പ്രിങ്ങാണ് വരുന്നത്. ബാക്കിൽ ലീഫ് സ്പ്രിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻഷ്യൽ വെച്ചിരിക്കുന്ന ആ ആക്സിലിൻ്റെ മുകളിലായിട്ടാണ് ലീഫ് സ്പ്രിങ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഓഫ് റോഡ് ചെയ്യുമ്പോൾ ആ ലീഫ് സ്പ്രിങ്ങിൻ്റെ മുകളിൽ തട്ടാതിരിക്കാനുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു സംഭവം പ്രത്യേകതയും ഈ ഒരു വാഹനത്തിന് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ എക്സ്റ്റീരിയറിൽ നിന്നുള്ള വിശേഷങ്ങൾ. ലുക്ക് കൊണ്ടാണെങ്കിലും എന്താ പറയുക നമ്മൾക്ക് ആ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും ആ ഒരു ലൈഫ് സ്റ്റൈൽ ട്രക്ക് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്നതുകൊണ്ടൊക്കെ ഡിസൈൻ വൈസ് അതായത് എക്സ്റ്റേണൽ ലുക്ക് കൊണ്ട് ഒരുപാട് ഇഷ്ടമായി. സോ ഇതിൻ്റെ ഇൻറ്റീരിയറിലെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നതിന്. സോ അത്യാവശ്യം നല്ല ഒരു ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ള രീതിയിലുള്ള സ്റ്റിയറിംഗ് ഒക്കെയാണ് വരുന്നത്. പിന്നെ നടുക്കിൽ ഇവിടെ ഒരു ഇസൂസുവിൻ്റെ ഒരു ലോഗോ കാണാം. ഇവിടെ ചെറിയൊരു സിൽവർ സ്ട്രിപ്പൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ് ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് നമ്മുടെ മിറർ കൺട്രോൾസ് ഉണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ ലൈറ്റ് കൺട്രോൾസ് ഉണ്ട്. AC വെൻ്റ് അത്യാവശ്യം വലിയൊരു AC വെൻ്റാണ് വരുന്നത്. മിറേഴ്സൊക്കെ നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതിൻ്റെ ബട്ടൺസാണ് നിങ്ങൾ കണ്ടത്. ക്രോം ഫിനിഷിലാണ് നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ലൊരു ബ്ലാക്ക് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വിൻഡോസൊക്കെ ഭയങ്കര വലുതാണ്. നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ വെൽക്കം കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയൊരു ആനിമേഷനോടുകൂടി നമ്മുടെ മീറ്റർ കൺസോൾ ഓൺ ആയിരിക്കുകയാണ്. സ്പീഡ് മീറ്റർ, RPM മീറ്റർ ഉണ്ട്. അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 അനലോഗിൻ്റെ കൂടെ നടുക്കിലെ ഒരു ഡിജിറ്റലായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഫ്രണ്ടിലോട്ടുണ്ട്. നമുക്കിവിടെ AC-യുടെ ചെറിയ വെൻസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ ആ സൈഡിൽ സ്പീക്കർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു അസാർട്ട് സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. അത്യാവശ്യം ആപ്പിൾ കാർപ്ലേ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു വണ്ടിയിൽ അത്യാവശ്യം ഇനഫായിട്ടുള്ള സെറ്റിംഗ്സോട് കൂടിയിട്ടുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. AC വെൻറ്റുകൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും കാണാവുന്നതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഒരു നോബാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ളൊരു AC നോബ്, അതായത് ടെമ്പറേച്ചർ കൺട്രോൾ നോബ് കാണുന്നുണ്ട്. ഇവിടെ നമുക്കൊരു AC ഓൺ ബട്ടൺ കാണാം. ഇവിടെ നമുക്ക് ഫാൻ്റെ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു AC പൊസിഷൻ ഉണ്ട്. ഇവിടെ ബാക്കി നമ്മുടെ AC-യുടെ ആ ഒരു ഇതേപോലെ റീസർക്കുലേഷൻ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. താഴെ നമുക്കൊരു ചാർജിങ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്പേസുകൾ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ സെറ്റിംഗ്സ് ഒക്കെ വെക്കാവുന്നതാണ്. ഗിയർ അത്യാവശ്യം ഒരു ടൈറ്റുള്ള രീതിയിലാണ് ഗിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതുമായിട്ട് യൂസ് ഔട്ടായിരിക്കും വരും. ഇവിടെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റിൻ്റെ താഴെയായിട്ട് ചെറിയൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണെന്ന് മനസ്സിലായില്ല. ഇത് മേ ബി എന്തെങ്കിലും സാധനം അഡീഷണൽ ആയിട്ട് വെക്കേണ്ട എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കാം. ഇവിടെ നമുക്ക് സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ലെതർ ഫിനിഷ് ഒന്നല്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഫാബ്രിക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊരു ചെറിയ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ കണ്ട പോലെ തന്നെ നമുക്കൊരു അലുമിനിയം ഫിനിഷുള്ള ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് പവർ വിൻഡോ കൺട്രോൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചെറിയൊരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് SRS എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം ട്വിന്നായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് നമുക്ക് വരുന്നത്. ചെറിയൊരു കൂൾ ബോക്സും കൂടിയാണ്. ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ വേറൊരു ഗ്ലോ ബോക്സും നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ ട്വിൻ ഗ്ലോ ബോക്സ് സെറ്റപ്പാണ് ഈ ഒരു വണ്ടിയിൽ ഇവിടെ വരുന്നത്. സോ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിനെ പറ്റി പറയാനുള്ളത്. സോ ഇത്തരം സെറ്റിങ്സൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ റിയർ സീറ്റ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഇതിൻ്റെ ലെഗ് സ്പേസ് ആണ്. സോ ലെഗ് സ്പേസ് അടിപൊളിയാണ്.
പിന്നെ നല്ല രീതിയിലുള്ള ഇൻക്ലിനേഷനാണ് എടുക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചാരി കിടക്കാനും പറ്റുന്നുണ്ട്. വേണമെങ്കിൽ റെസ്റ്റ് ചെയ്തിട്ട് ഉറങ്ങിയിട്ടും പോകാം. പിന്നെ 3 ആൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഡ്ത്ത് ഈ ഒരു സീറ്റിന് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റിയർ സൈഡിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ. നമുക്കിവിടെ ചെറിയ രീതിയിൽ ചാർജിങ് ബോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ കാഴ്ചകൾ കാണാൻ പറ്റും. ഈ ഒരു വണ്ടറെ ശരിക്കുള്ള പ്രൈസ് വരുന്നത് 16,50,000 പക്ഷേ ഓണം ഓഫറിൽ നിങ്ങൾക്ക് 16,16,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാവുന്നതാണിത്. പൈസ അങ്ങനെ നമ്മുടെ ഇസൂസ് ഒന്ന് ഓടിച്ചു നോക്കുകയാണ് നമ്മൾ. ഈ ഒരു വണ്ടി, അതായത് ഈ ക്യാബ് സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടി ഇസൂസിൻ്റെ, ഇത് ആക്ച്വലി കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഇറങ്ങണം. കാരണം നമുക്ക് ഇതിനൊരു സ്പീഡ് ലിമിറ്റേഷൻ ഉണ്ട്. അത് 80 km/h മാത്രം നമുക്ക് മാക്സിമം സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. അത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വണ്ടി കൊണ്ടാണ്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള വീക്രോസ് അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇസൂസുവിൻ്റെ തന്നെ ഇതിൻ്റെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള SUV ഉണ്ട്, MUX എന്നുള്ള. അതിനൊന്നും ഈ പറഞ്ഞ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊരു ചെറിയ ഡ്രോബാക്കാണ്. അതൊഴികെ ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കംഫർട്ട് അത് വേറെ ലെവലാണ്. നല്ലൊരു കമാൻഡിങ് പൊസിഷനിൽ ഇരുന്നുകൊണ്ടാണ് ഓടിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഫ്രണ്ട് സൈഡിലേക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ഇത്ര വലിയ വാഹനം ഒന്നും ഓടിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ആദ്യമായിട്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ പറയാനുള്ള കേസ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ സ്പെക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 2500 cc എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഏകദേശം 80 HP ഈ ഒരു വാഹനം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 170 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ മറ്റ് വേരിയൻസ്, അതായത് ഇതിന് തൊട്ട് മുകളിലുള്ള വേരിയൻസിലൊക്കെ കുറച്ചുകൂടി പവർ ഫിഗേഴ്സ് കൂടുതലാണ്. ടോർക്ക് നോക്കുകയാണെങ്കിലും പവർ നോക്കുകയാണെങ്കിലും കുറച്ച് കൂടുതലാണ്. ഇതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതൊരു ലോ ബഡ്ജറ്റ് വാഹനം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പവർ ഫിഗേഴ്സ് ഇനഫാണ്. സോ ആ ഒരു പവർ ഫിഗേഴ്സിൽ നമുക്ക് വിത്ത് ലോഡാണെങ്കിൽ പോലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആക്സലറേഷൻ കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ പറയാനുള്ളത് ഇതിന്റെ ഗിയർ ബോക്സിനെ പറ്റിയിട്ടാണ്. ഇത് നമുക്ക് വരുന്നത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ ക്യാബ് സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലിൽ വരുന്നത്. ഇതൊരു വലിയ വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗിയർ നമുക്ക് ഓരോന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് യൂസ് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ സസ്പെൻഷൻ ബാക്കിൽ നമുക്ക് ലീഫ് സ്പ്രിങ്ങും, അതായത് ലോഡൊക്കെ കയറ്റുന്ന കാരണം അതിന് പറ്റുന്ന രീതിയിലാണ് ലീഫ് സ്പ്രിങ്ങും ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് നോർമൽ വരുന്ന സസ്പെൻഷനാണ് വരുന്നത്, കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് വരുന്നത്. അത് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് തരുന്നത്. കാരണം നമ്മൾ വലിയൊരു കുഴിയിൽ ചാടിയാൽ പോലും അതിൻ്റെ കംപ്ലീറ്റ് ഇമ്പാക്റ്റ് നമ്മുടെ ക്യാബിൻ്റെ അകത്തേക്ക് വരുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ട് അതിലൂടെ ഇറങ്ങി പോയി തോന്നുന്നുള്ളൂ. അത് ഈ ഒരു വാഹനത്തിൻ്റെ വലുപ്പവും ഈ പറഞ്ഞ സസ്പെൻഷൻ്റെ ക്വാളിറ്റിയാണ് പറയേണ്ടി വരും. പിന്നെ ഇന്റീരിയർ ഒക്കെ നമുക്ക് ആവശ്യത്തിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണ്ട രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സോട് കൂടിയിട്ട് വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് തീമിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് ഇതൊരു പിക്കപ്പ് ട്രക്കാണ് ഓടിക്കുന്നത് എന്നുള്ള ഒരു ഫീൽ ഇല്ല. കാരണം നമ്മളൊരു സാധാരണ ഏതെങ്കിലും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കോമ്പാക്ട് SUV അല്ലെങ്കിൽ ഒരു SUV ഓടിക്കുന്ന ഒരു ഫീലാണ് ഇതിൻ്റെ ഇന്റീരിയർ കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റിയറിംഗിൽ തന്നെ മൗണ്ട് ചെയ്തിട്ടുള്ള ചില സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അത്യാവശ്യം നല്ല വിസിബിൾ ആണ്, അട്രാക്റ്റീവ് ആണ്. AC വെന്റുകളും ACയും അത്യാവശ്യം നല്ല അടിപൊളി തന്നെയാണ്. അതൊക്കെ ജാപ്പനീസ് കമ്പനി ആയിട്ടുള്ള ഇസൂസിന്റെ ഒരു ക്വാളിറ്റി തന്നെ പറയേണ്ടി വരും. പിന്നെ നമുക്ക് ഇതിൽ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ മിറർ പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് ഡുവൽ എയർ ബാഗ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വണ്ടി ഒരു ഫാമിലിക്ക് പറ്റിയിട്ടുള്ള രീതിയിൽ കുറെ സേഫ്റ്റി ഫീച്ചേഴ്സ് കൊണ്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വണ്ടി എന്താ പറയുക, ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്മിഷനിലുള്ള ചെറിയ ഗിയർ ഷിഫ്റ്റിംഗിൽ ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു സ്മൂത്ത്നെസ് കുറവുണ്ട്. അതേപോലെ നമ്മുടെ ആ ഒരു സ്പീഡിന്റെ ആ ഒരു സംഭവം കുറച്ച് ലിമിറ്റഡ് ആണ് 80 km. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റീമാപ്പ് ചെയ്തിട്ടൊക്കെ മാറ്റാവുന്നതാണ്, പക്ഷെ അത് ഇല്ലീഗലാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ റോഡുകളൊക്കെ ഓടിക്കാനായിട്ട് ഈ ഒരു മാക്സിമം സ്പീഡ് 80 എന്ന് പറഞ്ഞ ഒരു മാക്സിമം സ്പീഡ് തന്നെ ഇനഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മഹീന്ദ്രയുടെ ബൊലേറോ ചാമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഹനം ഉണ്ട്. അതുപോലെ തന്നെ ഫോഴ്സ് ഗുർക്കയുടെ പിക്കപ്പ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടൊയോട്ടോ ഹൈലക്സ് വരുന്നുണ്ട്. പിന്നെ ഏതാണ് വരുന്നത്? അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു ജാപ്പനീസ് ടെക്നോളജിയിൽ അത്യാവശ്യം സ്മൂത്തർ ആയിട്ടുള്ള എന്നാൽ ലോ പ്രൈസിൽ കിട്ടാവുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു വണ്ടീനെ പറ്റി പറയാൻ പോകുന്ന ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ചുരുക്കം ചില ആൾക്കാർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. പല ആൾക്കാർക്കും ഈ ഒരു വിവരം അറിയാം. ഈ ഒരു വണ്ടി ആക്ച്വലി കൊമേഴ്ഷ്യൽ കാറ്റഗറിയിൽ പെടുന്നതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ യെല്ലോ ബോർഡാണ് വെക്കേണ്ടത്. സാധാരണ വൈറ്റ് ബോർഡ് നമുക്ക് നമ്പർ പ്ലേറ്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ നമ്മുടെ മോട്ടോ കണക്റ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് റിതിൽ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് പൊതുവെ ഈ ഇസൂസു ബ്രാൻഡിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം? നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ് ഇസ്യൂസ്. നമുക്ക് ഓഫ് റോഡ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ടൂറിംഗ് പർപ്പസ്, പിന്നെ ഫാമിലി ആയിട്ട് നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഹിക്കിൾ എന്നൊക്കെ പറയാം. നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ വാഹനമായിട്ട് വെഹിക്കിളാണ്. പിന്നെ നമുക്കിത് എടുക്കുമ്പോൾ അതിനനുസരിച്ച് കൊമേഴ്ഷ്യൽ ആകുമ്പോൾ ഈ
GST കാര്യങ്ങളിലേക്ക് അടക്കുകയാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 3 ലക്ഷത്തോളം നമുക്ക് അതിൻ്റെ ഇളവ് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മളൊരു ബിസിനസ് കൊണ്ടു നടക്കുന്ന ആളാണ്, സ്വന്തമായിട്ട് GST ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ടാക്സിന്റെ കാര്യങ്ങളിൽ കുറച്ച് ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏകദേശം 3 ലക്ഷത്തിന് അടുത്ത് വരില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്? ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് 16 നമുക്ക് ഇതിൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏകദേശം ഒരു 16 നമുക്ക് വണ്ടി ഇറക്കി തരാം. 16,16,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വണ്ടി ഓൺ റോഡ് പ്രൈസിൽ ഇറക്കാം. അതായത് ഇത് ഇസൂസുവിന്റെ ഡിമാക്സ് സീരീസിൽ വരുന്ന എസ് ക്യാബ് സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇതിന്റെ തന്നെ ഒരു ക്യാബ് എസ് ക്യാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലുണ്ട്. ഇതിന്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള മോഡലാണ്, കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ട്രക്ക് എന്നുള്ള കാറ്റഗറിയിൽ ഒരു ഫാമിലിക്കും അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ജിനോ ടെക് ലോസിന്റെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ.